എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനകത്ത് കടന്നു വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം അത്രയും വേണ്ട വിധത്തിലുള്ള പരിഗണനയും അംഗീകാരവും ഞാൻ തളർന്നു പോകുന്നിടത്ത് എൻ്റെ കൈ പിടിച്ച് താങ്ങായി നിന്നിട്ടുമുണ്ട് മുസ്ലിം ലീഗ്. ഞങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് മുസ്ലിം ലീഗ്. ഞാൻ തന്നെ വയനാട് ജില്ലയിൽ നിന്ന് ഒരു കുഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അതായത് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം മൊത്തം വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. മുസ്ലിം ലീഗ് വളരെ കുറഞ്ഞ ശക്തി കേന്ദ്രം കൂടിയാണ് ഞാൻ വരുന്നിടം. പക്ഷേ എന്നെ കണ്ടെത്തി എന്നെ അംഗീകരിച്ച് എനിക്ക് ഇത്ര വലിയൊരു പൊസിഷനിൽ ഇന്ന് മുസ്ലിം ലീഗ് ആദ്യമായി വനിതകളെ ദേശീയ കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന സമയത്ത് അതിലൊരംഗമാവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എത്രയോ വിദൂരതയിലിരിക്കുന്ന എനിക്ക് ഈ പൊസിഷനിലേക്ക് വരണമെങ്കിൽ സ്ത്രീക്ക് കൃത്യമായ ഒരു അംഗീകാരം മുസ്ലിം ലീഗ് തരുന്നു എന്നാണ് എനിക്ക് പറയുവാൻ സാധിക്കും. മുസ്ലിം ലീഗിന്റെ ഭാഗമാകുന്നതിന് മുൻപേ ഞാനും അത്തരം തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടുണ്ട്. ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ മുസ്ലിമിന് മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ് എൻ്റെയും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഭാഗമായി വന്നതിന് ശേഷം ഞാൻ ഇന്ന് 100% ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയാണ്. ഏറ്റവും താഴെത്തട്ട് മുകളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം സമൂഹത്തിന് വേണ്ടി നൽകുമ്പോൾ അവിടെ മുസ്ലിം ലീഗ് ഒരിക്കലും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിറമോ ഒന്നും നോക്കിയിട്ടില്ല. എനിക്കൊപ്പം നിന്ന അല്ലെങ്കിൽ ഇതര സമുദായത്തിൽപ്പെടുന്ന എൻ്റെ സമുദായത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു അങ്ങനെ വേർതിരിവുകൾ കാണിക്കാതെ കൊടുക്കുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ നൽകുന്ന പ്രവർത്തനങ്ങളിൽ എപ്പോഴും മതേതരത്വം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്.